ഗൈസ് ഇന്നങ്ങനെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ അർജുൻ്റെ ആക്ഷൻ കിങ് അർജുൻ്റെ സിനിമ കണ്ടിരിക്കുകയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സുഭാഷ് കെ രാജ്. സുഭാഷ് കെ രാജ് എന്ന് പറയുമ്പോൾ മച്ചാൻ്റെ ആദ്യത്തെ പടമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി PR-ൻ്റെ ഒക്കെ നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ അസോസിയേറ്റ് ആയിരുന്നു പുള്ളി. ഏതാണ് നമ്മുടെ ലവ് ടുഡേയിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളീൻ്റെ സിനിമയാണ് എനിക്ക് തോന്നുന്നത് ഡെബ്യൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സുഭാഷ് കെ രാജ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മറ്റേ AGS കൽപ്പാത്തിയസ് അഘോരം അവരുടെ മറ്റേ ബ്രദേഴ്സിൻ്റെ മറ്റേ ഗ്യാങ്ങിൽ കൽപ്പാത്തിയസ് ഗണേഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടീമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ബൈ രവി ബസ്രൂർ. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു സിനിമയ്ക്ക് പണി നാട്ടുകാരുടെ മൊത്തം ചെവി അടപ്പിച്ച് കളഞ്ഞ്. ഈവൻ എൻ്റെ ചെവിയിൽ വരെ വാക്സ് ഇളകി ആ സിനിമ കണ്ടിട്ട്, തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട്. ഒന്നാമതേ വരെ എൻ്റെ സൗണ്ടിൻ്റെ എന്തോ ഡെസിബൽ എന്തോ കൂട്ടിയൊക്കെ ഇടാനായിട്ട് തിയേറ്ററുകാരുടെ അടുത്തൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ആ സിനിമ ഇറക്കിയത്. അപ്പോൾ അണ്ണൻ ഇതിലും പണിയിട്ടുണ്ട്. അണ്ണൻ ഇതിൽ ഗജഗംഭീര പണ്ണൻ. ആ സിനിമയിൽ നല്ലോണം പണിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. രവി ബസ്രൂർ കൊടുത്ത പണി പുള്ളി എപ്പോഴും ചെയ്യുന്ന പോലത്തെ പുള്ളീൻ്റെ എന്താ പറയുക, അടി ഇടി വെടി പോക, ഒരിടത്തും മ്യൂസിക് ഇല്ലാതെ എല്ലായിടത്തും മ്യൂസിക് ഇങ്ങനെ എവിടെ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KGF എന്നൊക്കെ ബാക്കി വന്ന സാധനങ്ങൾ എടുത്ത് ഇതിൽ അവിടെ ഇവിടെ കയറ്റിയിട്ടിരിക്കുകയാണ് കാട്ടാളനിൽ. ഈ സിനിമയിൽ സിറ്റുവേഷൻസിന് കറക്റ്റ് ചെയ്ത് എവിടെ ഹൈ ആക്കണം, എവിടെ സാധാരണ ഒരു മീഡിയം ലെവൽ സാധനം പിടിക്കണം, എവിടെ ഒരു സൈലൻസ് പ്ലേസ് ചെയ്യണം, എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുത്തു പോയിട്ടുണ്ട് രവി ബസ്രൂർ. അടിപൊളി സിനിമാറ്റോഗ്രാഫി ബൈ അരുൺ കൃഷ്ണ രാധാകൃഷ്ണൻ. അടിപൊളി കീട്ടില്ല സിനിമാറ്റോഗ്രാഫി. എസ്പെഷ്യലി ആ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മളിങ്ങനെ കൂടെ ഇങ്ങനെ ആ ക്യാമറമാൻ അടിക്കണവൻ്റെ കൂടെ പോയെങ്കിൽ എടുത്ത പോലെ കുറേ സാധനങ്ങളുണ്ട്. എഡിറ്റർ പ്രദീപ് രാഘവ്, അത് നൈസായിരുന്നു. പിന്നീട് എന്താണ് സ്റ്റണ്ട് നോക്കണമില്ല, സ്റ്റണ്ട് ഫീനിക്സ് പ്രഭു പോളി, ഗജഗംഭീരം, അടിയോ അടി. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് വിനീത് കുമാർ കുഞ്ചല, അതും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നൈസായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ വേറെ അഭിനയിച്ചിരിക്കുന്നവര് അർജുൻ, പ്രീതി മുകുന്ദൻ, അഭിരാമി, ഇവര് 3 പേരാണ് ഒരു മെയിൻ ലീഡെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സിനിമേൻ്റെ കഥയിലോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നില്ല, കാരണം ഈ സിനിമയ്ക്ക് വലിയ കഥയില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടൊക്കെ ഉള്ള എന്താ പറയുക, വേണമെങ്കിൽ ദൃശ്യത്തിൻ്റെ ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി നമ്മൾ മോഹിനിയാട്ടത്തിൽ കണ്ടു. ഇതിൽ ദൃശ്യത്തിൻ്റെ ചില ചെറിയ ചായ്വുകളുള്ള ഒരു ആക്ഷനിൻ്റെ ട്രെയിലർ, അതും ഒരു കരാട്ടെ ഫാമിലി. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ അറിയാതെ കണ്ടുപോയി. ട്രെയിലർ കാണാതെ ഞാൻ ഈ സിനിമയ്ക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് എലമെൻസും അത് കുറേ പേർക്കൊക്കെ ഉണ്ടായി. അതിലുള്ള കയ്യടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. കുറേ ട്രെയിലർ കാണാതെ വന്നതിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം ഇംപ്രഷൻ അവർക്ക് ശരിക്കും കിട്ടുന്ന ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രെയിലർ കണ്ടോണ്ട് എനിക്ക് ആ കഥ അറിയാം, ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പടം അടിപൊളിയുടെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ പാക്ട് നല്ല കിടിലൻ, നല്ല രീതിയിൽ നമുക്ക് വർക്കാവുന്ന ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ക് പടം. അത് നല്ല രീതിയിൽ അർജുനായാലും പ്രീതി മുകുന്ദൻ പുള്ളിക്കാരിൻ്റെ മറ്റേ ഏതായിരുന്നു മേനെ പ്യാർ കിയ, പിന്നെ സർവമായാലും എനിക്ക് പുള്ളിക്കാരനെ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരി എടുത്ത എഫേർട്ട് ഹാറ്റ്സ് ഓഫ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ലവണ്ണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അഭിരാമി ആയാലും ഇവരൊക്കെ ഈ സിനിമ അങ്ങ് കൊണ്ടാടുകയാണ് ഓരോ സൈഡിൽ കൂടി. പിന്നെ ആക്ഷൻ കിങ് അർജുൻ, പുള്ളീൻ്റെ ഓറ, പുള്ളീൻ്റെ സ്ക്രീൻ പ്രസൻസ്, പുള്ളി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്, അത് വേറെ ലെവൽ. അതും കിടിലുമായിരുന്നത്. അത് നമുക്കറിയാം ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എവിടെയാണ് എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് സെക്കൻഡ് ഹാഫ് ഒരു പരിധിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഫുൾ പ്രൊഡിക്റ്റബിളാണ്. ഞാൻ പറഞ്ഞില്ല വലിയ കഥയൊന്നും ഇല്ല സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ പുള്ളി വന്ന് ഓരോ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അടിയായാലും പുള്ളി ആ കുറേ സ്ലോ മോഷനൊക്കെ നമ്മൾ പഴയകാല സിനിമകളൊക്കെ കാണുന്ന പോലെ സ്ലോ മോഷൻ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് വർക്കായിട്ടുണ്ടോ ഈ തിയേറ്ററിലെ കയ്യടിയും ബഹളമായിരുന്നു. അപ്പോൾ കാട്ടാളൻ്റെ ടീമിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് ഈ സിനിമ നിങ്ങൾ കാണുക. നിങ്ങൾ വലിയ ബഡ്ജറ്റ് മുടക്കി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല. ഇത് ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു സിനിമയാണ്. നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടണം. ഒരു സീൻ എലിവേറ്റ് ആയി വരുമ്പോഴത്തേക്ക് അത് ഇവിടെ വർക്കാവണം. സ്ക്രീനിൽ കാണിക്കുമ്പോഴത്തേക്ക് അവരെ കയറി അടിയടാതെ നമുക്ക് പറയാനുള്ള ഒരു സംഭവം നമുക്ക് വർക്കാവണം. അതാണ് സാധനം. അവിടെയാണ് എലിവേഷൻ, അതാണ് ഒരു എലിവേറ്ററി പോയിന്റ്.
അത് പിടിക്കണം. അത് പിടിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. ബാക്കി എന്തൊക്കെ ടെക്നിക്കാലിറ്റീസ് എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും എഴുത്തിലാണ് സിനിമ ഇരിക്കുന്നത്. ആ ഒരു സ്ക്രീൻ പ്ലേ പോകുന്ന രീതി, അവരതിന് എന്താ പറയുക പെർഫോം ചെയ്യുന്ന രീതി, നമുക്ക് ഓഡിയൻസിനെ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതി, അതിലോട്ടെത്തണം. ഈ സിനിമ ടോട്ടലി എനിക്ക് നല്ലൊരു ഫൺ എൻ്റർടൈനർ ആയിട്ട് തോന്നി. നിങ്ങൾ ലോജിക്കൊക്കെ ഒന്നും നോക്കരുത്. ലോജിക്കൊക്കെ നോക്കാതെ കഴിഞ്ഞാൽ പല ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതെന്താ അങ്ങനെ ഇതെന്ത് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കുറേ ഉണ്ട്. അതുകൊണ്ട് ബ്രെയിൻ ഷട്ട് ചെയ്യുക, ലോജിക്ക് എടുത്ത് മാറ്റുക, സിനിമയ്ക്ക് പോവുക. ബുക്ക് യുവർ ടിക്കറ്റ്സ്, ഗെറ്റ് എ പോപ്കോൺ ആൻഡ് എൻജോയ്. അങ്ങനത്തെ ഒരു സിനിമ, പക്ക പോപ്കോൺ പടം. ഇരുന്നങ്ങ് ഇങ്ങനെ അടിച്ച് പൊളി അടിച്ച് പൊളിക്ക് ഇങ്ങനെ പറഞ്ഞ് കാണാൻ പറ്റിയ ഒരു സിനിമ. അത് നല്ല ഒരു ഓഡിയൻസിൻ്റെ ഒപ്പമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് കിട്ടും. പ്രത്യേകിച്ച് ചില സീൻസിനൊക്കെ നല്ല ഹൈ എലിവേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സിനിമ രവി ബസ്രൂർ അണ്ണൻ ഇതിൽ അറിഞ്ഞ് പണിയിട്ടുണ്ട്. മറ്റേതിലും എന്താ പറയുക പണി അങ്ങ് വിട്ട് ഭയങ്കര നമുക്ക് ഒരിടത്തും ഒരു കുറവ് വേണ്ട, എല്ലായിടത്തും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അടിച്ച് കയറ്റി വിട്ട് അവന്മാരാണെങ്കിൽ ഡെസിബെല്ലും കൂട്ടി വെച്ച് എല്ലാവരുടെയും ചെവി അടപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ എവിടെ എന്തൊക്കെ വേണം അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമ. പ്രീതി മുകുന്ദൻ പൊളി. ഞാൻ പഴയ പടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ പുള്ളിക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മച്ചാൻ്റെ പേരുന്നായിരുന്നു സുഭാഷ് കെ രാജ. സുഭാഷ് കെ രാജ് മച്ചാനും അടിപൊളിയായിട്ട് ഈ സിനിമ വണ്ണി വെച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. ആൻഡ് സോ എന്തായാലും നിങ്ങൾ പോയി കണ്ടുനോക്കുക. നല്ലൊരു എൻ്റർടൈനറാണ്. ആ പടത്തിൻ്റെ ക്ഷീണം എനിക്ക് മാറി കിട്ടി. ഞാൻ കാണാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ പോകാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഷോസും കുറവായിരുന്നു. ഇപ്പോൾ ഒരു ഷോസ് കൂടുതൽ ചാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക. ബൈ ബൈ.